Hi friends, welcome to Garam Masala, the magic spices of cooking. പാവയ്ക്ക കിച്ചടി. ഇന്ന് നമുക്ക് ഓണസദ്യയുടെ ഒരു പ്രധാന വിഭവമായ പാവയ്ക്ക കിച്ചടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ട ചേരുവകൾ: പാവയ്ക്ക 2 മീഡിയം സൈസ്, പച്ചമുളക് 3-4 എണ്ണം, കറിവേപ്പില, വെളിച്ചെണ്ണ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടത്, ഉപ്പ്. അരപ്പിന് വേണ്ട ചേരുവകൾ: തേങ്ങ 1/2 കപ്പ്, കടുക് 1/4 ടീസ്പൂൺ, തൈര് 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ. വറവിന് വേണ്ട ചേരുവകൾ: വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ, കടുക് 1/2 ടീസ്പൂൺ, വറ്റൽമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി 2-3 എണ്ണം ചെറുതായി മുറിച്ചെടുത്തത്. ആദ്യം നമുക്ക് പാവയ്ക്ക ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനുവേണ്ടി നമുക്ക് എണ്ണ ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് പാവയ്ക്ക ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കണം. ഈ പാവയ്ക്ക കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. ഇപ്പോൾ നമ്മുടെ പാവയ്ക്ക പകുതി ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അടുത്തതായി കറിവേപ്പില കൂടെ ചേർക്കണം. പാവയ്ക്ക ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഒരു ബ്ലെൻഡറിലോട്ട് കടുക്, തേങ്ങ, ആവശ്യത്തിന് തൈര് ഇവ ചേർത്ത് നല്ല മയത്തിൽ അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ അരപ്പ് തയ്യാറായിട്ടുണ്ട്. നമ്മുടെ പാവയ്ക്കയും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതിനെ ഒരു മിക്സിംഗ് ബൗളിലോട്ട് മാറ്റാം. നമുക്കിതിനെ ചെറുതായി ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ഇതിലോട്ട് ഒഴിക്കണം. ഇതിനെ നമുക്ക് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ബാക്കി വന്നിട്ടുള്ള തൈര് കൂടെ ഒഴിക്കാം. ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കിച്ചടി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ട വറവ് തയ്യാറാക്കാം. നമ്മുടെ പാനിൽ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് വറ്റൽമുളക്, കറിവേപ്പില, ചെറുതായി മുറിച്ചു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഇവ ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ചെറിയ ഉള്ളി ബ്രൗൺ നിറമാകുന്നത് വരെ റോസ്റ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ വറവ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പാവയ്ക്ക കിച്ചടിയിലോട്ട് നമുക്ക് ഒഴിക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമുക്കിത് യൂസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി പാവയ്ക്ക കിച്ചടി തയ്യാറായിട്ടുണ്ട്. നമുക്കിത് റൈസിന്റെ കൂടെ സെർവ് ചെയ്യാം. താങ്ക് യു.